മോർണിംഗ്. May I come in? Yes. വയറാണ്. വരണം മാഷ്. വന്നോളൂ. വരണം. അല്ല, ദേഹക്ഷതൊന്നും സംഭവിച്ചില്ലല്ലോ അല്ലേ? ഇരിക്കാം. വേണ്ട, ഇരിപ്പ് മുഷിയും അല്ലേടോ? കേട്ടോ നന്ദഗോപാൽ, അതിന് തരൂ. വസുന്ധര തമ്പിക്ക് ശുദ്ധവാശി, കൊടുത്തേ തീരൂന്ന്. പാടില്ല എന്നൊരു അഭിപ്രായം ഞാൻ പറഞ്ഞു. പക്ഷെ അത് കാര്യമാക്കാണ്ട് ഇവരെ ഡെസ്കിൽ ഒരു ഹെഡിങ് സെറ്റ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ നടന്ന സംഭവങ്ങൾ എന്താച്ചാല് നന്ദൻ തന്നെ ഒന്ന് വിവരിച്ചു കൊടുത്തോളൂ. പ്ലീസ് മിസ്റ്റർ നന്ദൻ, സംഭവത്തിന്റെ ശരിക്കും ഒരു ഫ്രെയിം ടു ഫ്രെയിം അക്കൗണ്ട് അതാ നമുക്ക് വേണ്ടത്. സ്ട്രേറ്റ് ഫ്രം ദി ഹോഴ്സസ് മൗത്ത്. ദാ ഈ കുട്ടി കുറിച്ചെടുത്തോളും. നോ, വേണ്ടാന്ന് ഞാൻ ബ്യൂറോയിലെ രാമവർമ്മയോട് പ്രത്യേകം പറഞ്ഞിരുന്നാണല്ലോ മാഡം. ബട്ട് നന്ദൻ പ്ലീസ്, ദി സ്റ്റോറി സ്റ്റാൻഡ് സ്റ്റിൽ. ആൻഡ് ലുക്ക്, പത്രസ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുന്ന മഹാവേന്ദ്രന്മാർക്കും പിന്നെ പത്രമുതലാളിമാർക്കും സ്വന്തം വീരകൃത്യങ്ങൾ എഴുതി പൊലിപ്പിക്കുവാനുള്ള വെറും കടലാസായി തരം താണു പോകാൻ പാടില്ല ഒരു പത്രവും. ദാറ്റ്സ് മൈ സ്റ്റാൻഡ്. ദാ കണ്ടില്ലേ, നിലവിളക്ക് കൊളുത്തി തലപ്പന്ത് കളി ഉദ്ഘാടനം, അല്ലെങ്കിൽ സ്വന്തം പോക്കറ്റ് ബേസ്ഡ് ഈർക്കിലി പൊളിറ്റിക്കൽ പാർട്ടിയുടെ ബൂത്ത് തല സമ്മേളനം. ഇങ്ങനെ എന്തിന്റെങ്കിലുമൊക്കെ പേരിൽ സ്വന്തം മോന്തായം ദിവസവും പത്രത്തിൽ അച്ചടിച്ചു വരണമെന്ന് രാഷ്ട്രഭൂമി മാനേജിംഗ് ഡയറക്ടർ നരേന്ദ്രനെ പോലെ നമ്മളും ദുർവാശി പിടിച്ചാലുണ്ടല്ലോ മാഡം. ഇനി അങ്ങനെ കൂടി അധപ്പതിച്ചു പോവും കേരളരശ്മി. ഇന്ന് ഏതായാലും ഭാഗ്യം, ദാ നരേന്ദ്രന്റെ മോന്തയ്ക്ക് പകരം അമേരിക്കൻ പ്രസിഡന്റിന്റെ പട്ടിയുടെയും പിന്നീട് സിംഹവാലിന്റെയും പടമാ ഇന്നത്തെ രാഷ്ട്രഭൂമിയുടെ ഫ്രണ്ട് പേജിൽ പ്രോമിനന്റ്. ദൈവാധീനം. So, as I said, madam, the story stands killed. കുട്ടി പോയിക്കോളൂ. സർ, ബട്ട് മിസ്റ്റർ നന്ദൻ. Yes. Can I ask you a personal question? Like? Like ദാ ഇന്നത്തെ സംഭവം. ആരും അല്ലാതെ റോഡിൽ പത്രം വിറ്റ് നടക്കുന്ന ഒരു തെണ്ടി ചെക്കിന് വേണ്ടിയിട്ട് മിസ്റ്റർ നന്ദനെ പോലെ സോഷ്യലി റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരാള്, അതും പബ്ലിക്കായിട്ട് പോലീസിനോട് ഒരു ഫിസ്റ്റ് ഫൈറ്റിന് നിൽക്കാന്നൊക്കെ കേൾക്കുമ്പോ നിങ്ങളുടെ ഈ അസോസിയേറ്റ് എഡിറ്റർക്ക് ഇത് എന്ത് പറ്റി വസു? ഈസ് ഹി ദിസ് ചീപ്പ് എന്നൊക്കെ വിമൻസ് വേൾഡിലെ വിമല ശങ്കർ ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചപ്പോ ശരിക്കും തൊലി ഉരിഞ്ഞുപോയി എനിക്ക്. ആൻഡ് ഐ ഫെൽ സോ അഷെയിംഡ്. Oh, I see. ശരിക്കും എന്തിനാ മിസ്റ്റർ നന്ദൻ ഈ കണ്ട സ്ട്രീറ്റ് ഏർച്ചൻസിനോടൊക്കെ നമ്മളെപ്പോലുള്ളവർക്ക് ഒരു കമ്മിറ്റ്മെന്റ്? എന്തിനാ നന്ദൻ ഇങ്ങനെ ആവശ്യമില്ലാത്തൊരു ഇൻഡിഗ്നേഷൻ? മാഡം ദാ ഇപ്പൊ പറഞ്ഞില്ലേ, ആരുമല്ലാത്തവൻ വെറുതെ പത്രം വിറ്റ് നടക്കുന്ന തെരുവ് തണ്ടി എന്നൊക്കെ. യാ പറഞ്ഞു. ഈ വിഭൂഷണങ്ങളും അലങ്കാരങ്ങളും ഒക്കെ എടുത്തണിഞ്ഞാൽ അത് മറ്റേതൊരാളെക്കാളും യോജിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു മാഡം എനിക്ക്. ഓ മൈ ഗോഡ്. യെസ് മാഡം. ഹിജറകളും ഹുക്കേഴ്സും ഹയർ ടഗുകളും പെഡ്ലേഴ്സും പിന്നെ പേരറിയാത്ത ഒരുപാട് പിമ്പുകളും പ്രമാണിമാരുമെല്ലാം ഒരുമിച്ചൊഴുകുന്ന ബോംബെ മഹാനഗരത്തിലെ ട്രാഫിക് ജാമുകളിൽ ഒരു തെരുവ് തെണ്ടിയുടെ ജന്മം എടുത്ത് നിന്നിട്ടുണ്ട് നന്ദഗോപാൽ. ഉവ്വ മാഡം, മറാത്ത ദൈനിക് സമാചാറിന്റെയും ഹിന്ദുസ്ഥാൻ ജാഗരണിന്റെയും ബോംബെ ക്രോണിക്കലിന്റെയും ട്രൂ ലൈഫിന്റെയും എല്ലാം കോപ്പികൾ ദാ ഇങ്ങനെ വാരി അടുക്കി പിടിച്ച് തലക്കെട്ടുകൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് തെരുവുകൾ തോറും ഒരുപാട് തെണ്ടി അലഞ്ഞിട്ടുണ്ട് നന്ദൻ. ആസ് എ ന്യൂസ് പേപ്പർ ബോയ്, ആസ് എ സ്ട്രീറ്റ് ഏർച്ചൻ. എന്താ അങ്ങനെ ഒരാളെ സങ്കല്പിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ മാഡത്തിന് എന്റെ ഇപ്പോഴത്തെ ഈ സ്ഥാനത്ത്? നോ മിസ്റ്റർ നന്ദൻ, നിങ്ങൾ വെറുതെ തമാശയ്ക്ക്. യു ആർ ജസ്റ്റ് ട്രൈയിങ് ടു ഫൂൾ മീ. ഐ വുഡന്റ് ബിലീവ് യു. But then you have to. And if it still does pester you, madam, mind you, അങ്ങനെ ഒരു ഭൂതകാലം അനുഭവിച്ചറിഞ്ഞവന് ഇന്നത്തെ പോലൊരു സീനിൽ വന്ന് പെട്ടാൽ ചിലപ്പോൾ നിയന്ത്രണം അറ്റൂന്ന് വരും, ഒരുപക്ഷെ അറിയാതെ പൊട്ടിത്തെറിച്ചു വരും. അക്രമം ചെയ്യുന്നത് എത്ര വലിയ അധികാര സ്ഥാനത്തുള്ളവനായാലും അറിയാതെ അവന്റെ തൊണ്ടയ്ക്ക് കുത്തിപ്പിടിച്ചു വരും നന്ദൻ. So does that explain the indignation part? No, I just don't want to believe this, and I swear I wouldn't ever. And madam, just one more thing. Yes? Is he so cheap എന്ന് വിളിച്ചു ചോദിച്ച് തൊലിയുരിച്ചു എന്ന് പറഞ്ഞില്ലേ? എന്താ അവളുടെ പേര്? വിമല ശങ്കർ, വിമൻസ് വേൾഡ്. ഒന്ന് വിളിച്ച് പറഞ്ഞു കൊടുത്തേക്കണം ഈ നന്ദഗോപാലിന്റെ ഒരു പൂർവ്വകാല ചരിത്രം വളരെ വളരെ വഷളാണ് എന്ന്. Or shall I call her straight? അയ്യോ വേണ്ട. Then please. I'm telling you, I'm just totally fed up with this whole setup. And I swear I'll kill that beggar, that Kunitaram beggar. And what the hell? I'm sorry. Get out of my way now. Hey, just a minute, Bibin. Hey. You know something about Nandan? Yes, such real criminal background. Please, madam. You know, ശരിക്കും തെരുവിൽ പിച്ച തന്നെ നടന്ന ആളായാല്. അതുകൊണ്ടാണ് ഇന്ന് ബെഗർ ബോയിന് പോലീസ് കഴിഞ്ഞപ്പോ old hag. You? Full of creeps in this place and full of mouth. I swear. ഈ ഇന്ത്യ മഹാരാജ്യത്തോട് തന്നെ അടച്ചു പുച്ഛമുള്ള
ഏതെങ്കിലും മൾട്ടിനാഷണലിന്റെ PRO കസേരയിൽ കൊണ്ട് ഇരുത്തി കൊടുക്കണം ഈ പെമ്പ്രനോത്തിയെ, ഈ മാഡം വസുന്ധര തമ്പിയെ, അല്ലേ മാഷ്? എക്സ്ക്യൂസ് മീ ബോസ്. യെസ്. കഷ്ടമാണ് ബോസ്, ശരിക്കും കഷ്ടം. ദിസ് ഇസ് ടു ബാഡ്. ദാ നോക്കണം, ബോസ് പ്രത്യേകം അസൈൻ ചെയ്തിട്ട് പോലീസിന്റെ ബൂട്ട്സിന്റെ ബാറ്റിന്റെ ഇടയിൽ കിടന്ന് കഷ്ടപ്പെട്ടെടുത്താ ഞാൻ ഈ ഫോട്ടോഗ്രാഫ്സ്. ബട്ട് സീ വാട്ട് ഹാപ്പൻസ് നൗ. സീ, യു സീ. അതിനിപ്പോ എന്താ ഇവിടെ സംഭവിച്ചത്? താൻ ഇത്രയ്ക്ക് അങ്ങോട്ട് അന്താളിക്കാൻ? ഓൾ സ്ക്രൂഡ് അപ്പ് ബോസ്. ദാ ഇതിലിപ്പോ ഒരൊറ്റ എണ്ണം വരാൻ പോകുന്നില്ല നാളത്തെ കേരള രശ്മിയില്. വൈ? That കുരുവിത്തരം beggar is screwing up the designs, boss. ചോദിച്ചപ്പോ ഇതെല്ലാം എടുത്ത് ട്രാഷ് ബാഗിൽ കൊട്ടാൻ പറയുന്നു അയാൾ. അപ്പൊ പിന്നെ പേജ് ഓക്കെ ചെയ്തു എന്ന് മാഷ് പറഞ്ഞത്? ചെയ്തതാണ്. പക്ഷെ പറഞ്ഞിട്ട് എന്താ ഫലം നന്ദൻ? ഇതിപ്പോ എന്നോടോ ഇയാളോടോ ഒന്നും ആവില്ല ശത്രുത. പുതുതായിട്ട് ഒരാൾ ഇങ്ങനെ വന്നിറങ്ങിയപ്പോ ഇതുവരെ വച്ച് അനുഭവിച്ചിരുന്ന അധികാരങ്ങൾ ഓരോന്നിങ്ങനെ കൈവിട്ടു പോകുന്നതിന്റെ വെമ്പലാവും അയാൾക്ക്. അല്ലാതെ വേണ്ട നന്ദൻ, അയാളെ വെറുതെ ശത്രുവാക്കാവുന്നല്ലാതെ. ഹലോ മിസ്റ്റർ ബേബിച്ചൻ? അതെ, കുരുവിത്തടം ബേബിച്ചൻ. ഇതാരാണാവോ? ഓ, മറ്റവനാ. ഓ, ആ എന്നതാണാവോ? അല്ല മിസ്റ്റർ കുരുവിത്തടം, ഫ്രണ്ട് പേജിൽ എന്താണാവോ ഒരു കൺഫ്യൂഷൻ? വാട്ട് കൺഫ്യൂഷൻ? നോ കൺഫ്യൂഷൻ. സം സ്മാൾ ചേഞ്ചസ്. ഓക്കെ, ഹോൾഡ് ഇറ്റ്. എന്തോ? ഐ സെഡ് ജസ്റ്റ് ഹോൾഡ് ഇറ്റ്. നന്ദഗോപാലൻ വന്ന് കേറിയിട്ട് ആഴ്ചയൊന്നും തികഞ്ഞിട്ടില്ല, എന്നിട്ട് അന്നേരമാ അവന്റെ ഒക്കെ ഒരു വോൾഡിറ്റ്. എടോ കുട്ടിക്കാരൻ, എടോ ഈ കണ്ട പന്ന കൽപ്പിച്ചാൽ ഉടനെ കുരുവിത്തരം പേടിച്ച് എന്നാടോ പേടിച്ചങ്ങ് കാല് വഴി മുള്ളുവോ? അല്ല അത് എടോ മുള്ളുവോ എന്നാ ചോദിച്ചേ. നോ. എന്തൊക്കെയാണാവോ നിങ്ങൾ ഉദ്ദേശിച്ച സ്മോൾ ചേഞ്ചസ്? അത് പിന്നല്ലാണ്ട് നന്ദഗോപാലിന്റെ പ്രത്യേക കൽപ്പന പ്രകാരമാണെന്നും പറഞ്ഞ് ഇവരെടുത്തോണ്ട് വന്ന കുടിവെള്ള പ്രക്ഷോഭം, മറ്റേ വൈപ്പിക്കരക്കാരനെ അതിപ്പോ ആണ്ടി 366 ദിവസമുള്ള സോക്കേടായവനൊക്കെ ഈ ചമരം നോ ന്യൂസ് വാല്യൂ. അതുകൊണ്ട് അതെടുത്ത് ഒറ്റ ഏറെ കരുതിട്ട് പകരം ആ സ്പേസിൽ നമ്മൾ താതെ ഇവരെ അങ്ങോട്ട് കയറ്റും, മെയിൻ സ്റ്റോറി ആയിട്ട് വിത്ത് ബാനർ ഹെഡ്ലൈൻ. ഹൈക്കോടതി സ്റ്റേ പിൻവലിച്ചു. കൂർലോസിന്റെ സിംഹാസനാരോഹണം 28-ന്. അപ്പത്തൊന്നും ക്രിസ്ത്യാനിച്ചായമാണെന്ന് അല്ലല്ലോ, നമുക്കെല്ലാ സമുദായക്കാരും വേണം. വേണ്ടേടോ? വേണം. അതുകൊണ്ട് ഫ്രണ്ട് പേജ് നമ്മള് ഇതൊക്കെ കൂടെ ചേർത്തങ്ങ് ബാലൻസ് ചെയ്യുന്നു. അതായത് കൊച്ചി വിമാനത്താവളത്തിൽ സ്വാമി സത്യന്മയാനന്ദ രമാഭാരതിജിക്ക് പൂർണ്ണകുംഭം. പിന്നെ നമ്മുടെ മോണിക്ക അടിവസ്ത്രത്തിൽ പിറണ്ടത് വെറും കറയോ അതോ എങ്ങനെ? എല്ലാം കൂടെ ചേർത്ത് നല്ല ഇതായിരിക്കും അല്ലേ? അതെ, നല്ല ഇതായിരിക്കും. ഫ്രാൻസിസ്, എടുത്ത് മാറ്റിക്കോളൂ ഇതെല്ലാം. ജസ്റ്റ് ഇറേസ് ദ പേജ്. പിന്നെ സ്ഥാനാരോഹണം 28-ന്, അതായത് ഇനിയും ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട്, എന്നിട്ടേ ഉണ്ടാവൂ ചടങ്ങ്, അല്ലേ മിസ്റ്റർ കുരുവിത്തനം? അല്ല, അത് പിന്നെ ഈ തിരുമേനിമാരെ സൂചിപ്പിക്കാനായിട്ട് നമ്മളൊരു കർട്ടൻ റൈസർ. ലുക്ക്, കൂർലോസ് സിംഹാസനത്തിലോട്ട് കയറണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ നാളെ കഴിഞ്ഞ് എസ്തപ്പാനോസിന്റെ ഹർജി പരിഗണിക്കുന്നുണ്ട് സുപ്രീം കോടതി. വിധി വരട്ടെ, എന്നിട്ട് മതി കർട്ടൻ പൊക്കുന്നതും ബാലൻസ് ചെയ്യാൻ ഈ കാവിക്കൊടി പൊന്തിക്കുന്നതും ഒക്കെ. എന്താ? എടോ നന്ദഗോപാല, അതെ താതെ ഈ സഭാവിഷയങ്ങളിലും പിന്നെ തിരുമേനിമാരുടെ കാര്യങ്ങളിലും ഒക്കെ പണ്ട് പുരാതന കാലം മുതൽ ഇങ്ങോട്ട് ചില നടപ്പ് രീതികളൊക്കെ ഉണ്ട് ഞങ്ങളുടെ ഈ കേരളലക്ഷ്മിക്ക്. ഇനി അതിന്റെ പുറത്തോട്ടു കൂടെ കയറി താൻ എന്റെ തൊഴിൽ പഠിപ്പിക്കാൻ വന്നാലുണ്ടല്ലോ. ഓരോരുത്തന്മാരെ ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിൽ നിന്നും തോംസൺ ഫൗണ്ടേഷനിൽ നിന്നും ഒരുമാതിരി വെളുവളാന്നിരിക്കുന്ന സായിപ്പന്മാരുടെ അങ്ങൂന്നൊക്കെ ഓരോ ഗുണവധികാരവും പഠിച്ചോണ്ടെങ്കിൽ ഇറങ്ങിക്കോളും ബാക്കിയുള്ളവരെ ഉണർത്താനായിട്ട്. എടോ കുഞ്ഞേ, താണ്ടേ അതൊക്കെ ഡൽഹിയില് അങ്ങ് കോണാട്ട് പ്ലേസിൽ കൊണ്ട് ഇറക്കിയാച്ചാ മതി. ഇവിടെ വേണ്ട, ഇവിടെ ചെലവായില്ല, കേട്ടല്ലോ? Now come on all of you trainees, ഒന്ന് പുറത്തിറങ്ങി നിൽക്കണം ഒരല്പം നേരത്തേക്ക് പ്ലീസ്. ഇവളൊന്നും ഒരുത്തരും എങ്ങോട്ട് ഇറങ്ങുന്നുമില്ല, ആരും വിട്ട് ചലിക്കുന്നുമില്ല. നിക്കണോ അവിടെ? ഉദ്ധരിച്ചു പിടിച്ചോട്ടുള്ള വരവായിരുന്നല്ലോ സാറേ, എന്നിട്ട് ഇപ്പൊ എന്നാ പറ്റി? ഇതുങ്ങളെ കേട്ടാലങ്ങ് ഉരിഞ്ഞു പോവായിരിക്കും തന്നെ. Shut your filthy rattle trap you. Now look, ദാ കർത്താവിന്റെ കുരിശാരോഹണത്തെക്കാൾ മഹത്തരമാണ് കപട സന്യാസിമാരുടെയും മെത്രാനച്ചന്മാരുടെയും ഡെമി ഗോഡ്സിന്റെയും എല്ലാം കൊട്ടാര വൃത്താന്തങ്ങളെന്ന് ആരെങ്കിലും പറഞ്ഞു പഠിപ്പിച്ചാൽ ചരമക്കോളങ്ങളടക്കം ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും പേരിൽ ജാതി അടിസ്ഥാനത്തിൽ വീതം വെക്കാനുള്ളതാണ് പത്രപേജ് എന്ന് ആരെങ്കിലും പറഞ്ഞ് ബോധിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് ഏത് കൊട്ടിഘോഷിച്ച പാരമ്പര്യത്തിന്റെ പേരിലായാലും ശരി,
ചെവിക്കൊള്ളാതിരിക്കാനുള്ള ബുദ്ധിവികാസം ഉണ്ടാവണം പത്രലേഖകന്മാർക്ക്. സോ ഡോണ്ട് എവർ ലെറ്റ് ദാറ്റ് സെറ്റ് ഇൻ ടു യുവർ ബ്രെയിൻസ്. ഡോണ്ട് എവർ ലെറ്റ് ദാറ്റ് സെറ്റ് യുവർ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഡോണ്ട് എവർ ലെറ്റ് ദാറ്റ് ഡിസീവ് യുവർ ഡിസ്ക്രിഷൻസ്. ആൻഡ് ദെൻ വൈറ്റ് ഹൗസിലെ അടിച്ചുകളിക്കാരിയുടെ അടിക്കുപ്പായത്തിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ കാമവിഭ്രാന്തികളുടെ കറ പുരണ്ടുപോയോ എന്ന് ഹരിച്ചും ഗുണിച്ചും വേണ്ടി വന്നാൽ മണപ്പിച്ചും പരിശോധിക്കാൻ അറപ്പില്ലാത്ത ഗ്ലോബൽ മീഡിയയുടെ 4th റേറ്റ് പാപ്പരാസി സംസ്കാരം ആവരുത്. ദാ കണ്ടില്ലേ, മക്കളെ നെഞ്ചോട് അടുക്കിപ്പിടിച്ച് മന്ത്രി പുങ്കവന്മാരുടെ സഞ്ചാര പഥങ്ങളിലും ജില്ലാ കളക്ടർമാൻ അടക്കമുള്ള തുക്കിടി സായിപ്പന്മാരുടെ ബംഗ്ലാവ് വടിക്കലും ചെന്ന് കുടിനീരിന് വേണ്ടി ശബ്ദമുയർത്തുമ്പോ പോലീസിന്റെ തെറിയും നെറികേടും ലാത്തിയടിയും സഹിക്കേണ്ടി വരുന്ന നിരാലംബരായ അമ്മമാരുടെ കഷ്ടപ്പാടുകളിലേക്ക് തുറന്നു പിടിച്ച കണ്ണുകളാവണം വാർത്ത. ദാഹജലം കിട്ടാതെ തൊണ്ട പൊള്ളി നിലവിളിക്കുന്ന പൈതങ്ങളുടെ കണ്ണുനീരാവണം വാർത്ത. സോ മിസ്റ്റർ കുരുവിത്തനം, ചീഫ് എഡിറ്റർ ഔതക്കുട്ടിച്ചായന്റെ നേർബങ്ങളുടെ കഴുത്തിൽ അബദ്ധത്തിൽ ഒരു മിന്നു കെട്ടിപ്പോയി എന്നതും വലിയ വലിയ തിരുമേനിമാരെ വേണ്ടതുപോലെ കൃത്യമായി സുഖിപ്പിക്കാൻ അറിയുന്നു എന്നോ ഒന്നും ആവരുത്. ദാ ഇതുപോലൊരു കസേരയിൽ കയറി മലർന്നിരിക്കുന്നവന്റെ ബേസിക് ക്വാളിഫിക്കേഷൻസ്. ഡു യു ഗെറ്റ് മീ? Just shut up. Mashe? Now you just redo the page. Yes. And he will not dare trouble you, right? Okay. നന്ദൻ, ചീഫ് എഡിറ്ററുടെ വീട്ടിൽ നിന്ന് PA വിളിച്ചിരുന്നു. അമേരിക്കയിൽ നിന്ന് 2ാമത്തെ പേസ് മേക്കറും വെച്ച് പിടിപ്പിച്ചിട്ട് ഇപ്പൊ ലാൻഡ് ചെയ്തിട്ടുള്ളൂ മൂപ്പര്. പക്ഷേ നാളെ രാവിലെ 7:30 നന്ദന് സമയം ഉണ്ടാവുമോ എന്ന് ആലോചിക്കണം ചെന്ന് കാണാൻ. പറഞ്ഞോളൂ. പക്ഷെ ഒന്ന് സൂക്ഷിക്കണം. ഔതക്കുട്ടിച്ചായന്റെ 7:30 എന്ന് പറയുമ്പോ നമ്മുടെ 7:25 സമയം. കാണാൻ സമയം തന്നിട്ട് വാച്ച് ഒരല്പം ഫാസ്റ്റ് ആക്കി വെക്കുക. എന്നിട്ട് ചെല്ലുമ്പോ ലേറ്റ് ആയി എന്ന് പറഞ്ഞ് ശകാരിക്കുക. ഒക്കെ ഒരു കൂട്ടം കുസൃതികളാ മൂപ്പർക്ക്. ഏയ് വാട്ട് കുസൃതി മാൻ. ചുമ്മാ പുള്ളിയുടെ നമ്പർ ഒക്കെ നമ്മളെ വരട്ടാനായിട്ട്. ബട്ട് ബിവെയർ ഓഫ് ഹിം സർ. എന്റെ ദീനം എന്റെ മനുഷ്യനെ ഈ കുന്നായ്മ തരം. പ്ലീസ് സർ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. വന്നാട്ടെ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. 7:55. അപ്പോ ഈ നേരത്തിനെങ്ങാണ്ടൊരു ഗുളിക ഉണ്ടായിരുന്നു നമുക്ക്, ഇല്ലേടി? ഇരുന്നാട്ടെ. വേണ്ടേ, 7:30 എന്ന് പറഞ്ഞ ആള് കൃത്യം 7:30 തന്നെ വരുമെന്നും കണ്ട് അന്നേരം എടുപ്പിച്ചു വെച്ച ചായ. ഇപ്പോ സൂക്ഷം ഒരു 20-22 മിനിറ്റ് തണുപ്പ് കാണുമായിരിക്കും. ഇതങ്ങ് മാറ്റിയടി, എന്നിട്ട് വേറെ എടുക്ക്. എന്നാ പറ്റി? ഉറങ്ങിപ്പോയായിരുന്നോ? അതോ നമ്മുടെ വണ്ടി വഴിയിൽ എങ്ങനെ കിടന്നായിരുന്നോ? ഏതാ വാച്ച്? ഏതാ കയ്യിലെ വാച്ചെന്ന്? എന്നാ പറ്റി? ഒമേഗ. പണ്ട് 57 ആദ്യത്തെ വിദേശ സഞ്ചാരത്തിന് പോയപ്പോ സിംഗപ്പൂരിൽ നിന്ന് വാങ്ങിയത് അല്ലേ? അയ്യോടി. അല്ല, 57 എന്ന് പറയുമ്പോ ഇറ്റ്സ് ലോങ് 41 years ഓഫ് സർവീസ്. ഇത്തവണ അമേരിക്കയിൽ പോയപ്പോ ദാ ഈ വാച്ചിന്റെ പേസ് മേക്കറോട് ഒന്ന് മാറ്റി പിടിപ്പിക്കായിരുന്നു നമുക്ക്, ഫോർ ബെറ്റർ പ്രിസിഷൻ. കേട്ടില്ലേടി, നമ്മൾ അമേരിക്കയിൽ പോയത് അക്കത്തിന് നമ്മൾ രണ്ടുപേരോടും ചോദിക്കാതെ നിന്റെ മൂത്തവൻ ഡൽഹിയിൽ നിന്ന് ഇങ്ങനൊരു വിദ്വാൻ ഇവിടേക്ക് കൊണ്ടുവരുന്നു കേട്ടപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു നിന്നോട് ഇയാളൊരു ഗുരുത്തക്കേടുകാരനായിരിക്കുമെന്ന്. ഇല്ലയോ? ഇപ്പൊ എങ്ങനെയുണ്ട്? എന്നായാലും പോരാൻ നേരത്ത് ഇതിന്റെ ഒരു വിവരം അറിഞ്ഞപ്പോ ഞാൻ എയർപോർട്ടിൽ 2 പുസ്തകം കൂടി വാങ്ങിച്ചു തനിക്കൊരു ഗിഫ്റ്റ് തരാനായിട്ട്. അമേരിക്കൻ പ്രസ് ലാസ് ലേറ്റസ്റ്റ് എഡിഷൻ, പിന്നെ പോസ്റ്റ് മോഡേൺ തിയറീസ് ഓഫ് പ്രസ് ഫ്രീഡം. നീ എന്റെ അലമാരിന്ന് ആ പൊതിയും എടുത്തോണ്ടാട്ടെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. കുഞ്ഞച്ചാ, പ്രിയനെ ഒന്ന് കെട്ടിക്കോണേ. കേട്ടാണ് പ്രിയനെ കുറിച്ച്. കഴിഞ്ഞ ഡോഗ് ഷോയ്ക്ക് ഇവളായിരുന്നു. Come on. Where were you yesterday? കണ്ടില്ലല്ലോ എന്നെ ട്രെയിനീസിന്റെ മീറ്റിംഗില്. അയ്യോ സർ, അത് പിന്നെ ഇന്നലെ വല്യപ്പച്ചൻ, ഐ മീൻ ചീഫ് എഡിറ്റർ ഔതക്കുട്ടിച്ചായൻ സ്റ്റേറ്റ്സിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ദിവസമായതുകൊണ്ട്. മേലാൽ ഏത് വല്യപ്പച്ചൻ വരുന്നു എന്ന് പറഞ്ഞാലും ശരി, be at the office when you are required to. സർ. അല്ലെങ്കിൽ പിന്നെ പാട്ടത്തിൽ ഔതക്കുട്ടിച്ചായന്റെ ഗ്രാൻഡ് നീസ് ആണല്ലോ ശില്പ മേരി ചെറിയാനെന്നൊന്നും കരുതില്ല നിന്നെ ഞാൻ. I'll simply throw you out of Kerala Rashmi. കേട്ടല്ലോ?
സർ, കാണണമെന്ന് വാര്യരോട് പറഞ്ഞപ്പോ തന്നെ അങ്ങോട്ട് വന്ന് കാണണമെന്നാ ഉദ്ദേശിച്ചത്. ഇവനെ രക്ഷിച്ചതിന് നന്ദി പറയാൻ. ഇത് അരവിന്ദനെ ഏൽപ്പിക്ക്. എന്നിട്ട് ആ നായരോടൊന്ന് വരാൻ പറഞ്ഞു. വരട്ടെ സാറേ. പണ്ടൊരിക്കൽ ബോംബെയിൽ ഒരു 4-5 ദിവസം വന്ന് തങ്ങിയിട്ടുണ്ട് ഞാൻ, തന്റെ അച്ഛന്റെ കൂടെ. അന്ന് വീടും യൂണിയൻ ഓഫീസും പത്രമാഫീസും എല്ലാം കൂടി ചേർന്ന് അന്ധേരിയില് ഇത്രയും പോകുന്ന ഒരു ഒറ്റമുറി കുടിസാ വേണുവേട്ടന്റെ മട. ഓർമ്മ കാടുകയില്ല, അന്ന് തീരെ പൊടിക്കുട്ടിയാ താൻ. ബോംബെന്ന് കൽക്കട്ട വരെ 3ാം ക്ലാസ് കമ്പാർട്ട്മെന്റിൽ ഒരുമിച്ചൊരു ട്രെയിൻ യാത്ര. കൽക്കത്തയിലെ എക്സ്ട്രീമിസ്റ്റ് ട്രേഡ് യൂണിയൻ പ്രവർത്തകരുമായിട്ടൊരു അണ്ടർഗ്രൗണ്ട് ഒത്തുചേരൽ. ഒറ്റുകാരന്മാരെയും പോലീസിനെയും പേടിച്ചിട്ട് പാർട്ടി കേഡർമാരും നേതാക്കന്മാരും ഫോട്ടോ എടുപ്പിക്കാനോ കൈവശം വയ്ക്കാനോ പാടില്ല എന്ന് സ്ട്രിക്റ്റ് റൂൾ നിലവിലുള്ള കാലം. അന്ന് പാർട്ടി വിലക്ക് ലംഘിച്ച് രഹസ്യമായിട്ട് എടുപ്പിച്ചതാ രണ്ടാളും കൂടി, ഞാനും വേണുവേട്ടനും. പിന്നീട് ഞാൻ ഈ പത്രം തുടങ്ങി 2ാമതും തടവിൽ പോയ കാലത്ത് കണ്ണൂർ സെൻട്രൽ പ്രസന്റ് മേൽവിലാസത്തിൽ എനിക്കൊരു കത്തയച്ചു വേണുവേട്ടൻ. ബോംബെ മഹാനഗരം വിട്ട് ഞാൻ കേരളത്തിലേക്ക് വരുന്നു, കഴിയുമെങ്കിൽ നിന്റെ പത്രത്തിൽ എനിക്കൊരു ജോലി തരപ്പെടുത്തുക. 2 വാചകം, പകുതി തമാശയായിട്ടും പകുതി കാര്യമായിട്ടും. ഓർക്കുന്നുണ്ടോ മാധവേട്ടൻ? ശേഖരൻ എന്നെ വിവരം അറിയിച്ച് അപ്പൊ തന്നെ സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞ് ടെലിപ്രിന്റർ വഴി ബോംബെക്ക് ഒരു മെസ്സേജ് കൊടുപ്പിച്ചു. പക്ഷേ അത് കൈപ്പറ്റാൻ യോഗം ഉണ്ടായി കാണില്ല വേണുവിന്. കഷ്ടം. നന്നായി. ഇത് ഇവിടെ തന്നെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ കുട്ടി. അവിടെ തിരക്കുന്നുണ്ട് അച്ഛൻ. അവിടെ ആള് വന്നിരിക്കുന്നുണ്ടല്ലോ കാണാൻ. ആണോ? ഏതാള്? അല്ല, നമ്മുടെ മറ്റേ ആളെ അന്നത്തെ അകത്ത്. നമ്മുടെ മറ്റേ ആള്? ദേ കുഞ്ചുസെ വെറുതെ തോന്നിയാസം പറഞ്ഞാടല്ലോ, ഒറ്റ വീക്ക് വെച്ചിട്ട് ഞാൻ മാറി. ഇവർ ഓരോരുത്തരും ഇങ്ങനെ കാത്തിരിക്കുക. ഒരുപാട് കാലം ഡൽഹി പത്രത്തലക്കെട്ടുകളിൽ നിറഞ്ഞു നിന്നിരുന്ന മാവറിക് റിപ്പോർട്ടർ സെലിബ്രിറ്റി ഒന്ന് പരിചയപ്പെടാൻ. അത് കഴിഞ്ഞ് ഇവരുടെ വക ചെറിയൊരു ചായ സൽക്കാരം, ഗ്രൂപ്പ് ഫോട്ടോ. പഴയ ഒരു പത്രസ്ഥാപനം അല്ലേടോ, ചില നാടൻ പതിവുകളൊക്കെ ഉണ്ട് ജാഗ്രതയില്. ഇദ്ദേഹം ഇത് കണ്ടില്ലേ, വല്ലാത്തൊരു കോയിൻസിഡൻസ്. മിസ്റ്റർ നന്ദന്റെ സോറി അച്ഛനെ കുറിച്ച് പുസ്തകം എഴുതാൻ പോണെന്ന്. ആര്? രാഷ്ട്രഭൂമി മാനേജിംഗ് ഡയറക്ടർ AP നരേന്ദ്രൻ. അടുത്ത വാരാന്ത പതിപ്പ് മുതല് ഖണ്ഡശ. ഇതിപ്പോ ആരും അറിയാണ്ട് പാലക്കാട്ടുനിന്ന് ഫാക്സ് തന്നതാ നാരായണേട്ടൻ. പ്രിയ ശേഖരേട്ടൻ, രാഷ്ട്രഭൂമി മാനേജിംഗ് ഘാതകൻ നരേന്ദ്രന്റെ ഈ മുതലക്കണ്ണീരിന് ഒരു മറുകുറിപ്പ് എഴുതണം. അതിന് ശേഖരേട്ടനെ ജീവിച്ചിരിപ്പുള്ളൂ. സ്വന്തം നാരായണൻ. കണ്ട കൂലിയെഴുത്തുകാരനെയൊക്കെ വെച്ച് ഓരോന്ന് എഴുതി പടച്ചുണ്ടാക്കി ഉളുപ്പില്ലാതെ സ്വന്തം പേരിൽ അച്ചടിപ്പിക്കുന്നതും പോരാഞ്ഞിട്ട് ഇനിയിപ്പോ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം മുടക്കി ഈ തന്തയില്ലാത്ത പുസ്തകത്തിന് എന്തെങ്കിലും 4 അവാർഡും കൂടി സംഘടിപ്പിച്ചെടുക്കും ഈ നാണം കെട്ട നരേന്ദ്രകുമാരൻ. എന്നിട്ട് പിന്നെ ഇളിച്ചു പിടിച്ച് രാഷ്ട്രഭൂമിയുടെ നെഞ്ചത്ത് അവന്റെ കിളട്ടുമോന്തായത്തിന്റെ കളർ ഫോട്ടോ, ആരാനും എഴുതി കഴിവേറ്റുന്ന അനുസ്മരണ പ്രസംഗത്തിന്റെ ഫുൾ ടെക്സ്റ്റ്, അതും കൂടെ അച്ചു നിരത്തി നാട്ടുകാരെ കൊണ്ട് തൊണ്ട തൊടാതെ വിഴുങ്ങിച്ച് കഴിയുമ്പോ തികഞ്ഞു. വിശ്വസാഹിത്യകാരൻ, ചിന്തകൻ, രാഷ്ട്രീയ പ്രവരൻ, ചെറ്റ. നന്ദൻ അറിയൂന്നറിയില്ല. വേണുവേട്ടന്റെ കൊലപാതകളെ രക്ഷപ്പെടുത്താൻ മറാത്താബിൽ ചില പ്രമാണിമാർ ഒരുപാട് പേര് കളത്തിലിറങ്ങുന്നത് കണ്ടപ്പോ മരിച്ചുപോയ CPR, എടത്തട്ട, കേരളലക്ഷ്മിയിലെ വാര്യര്, പിന്നെ ഭാസ്കർ, അന്നത്തെ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പ് MPമാരെ കൊണ്ട് പാർലമെന്റിനകത്ത് വലിയൊരു ഒച്ചപ്പാടുണ്ടാക്കാൻ ഒത്തിരി പരിശ്രമിച്ചതാ ഞങ്ങള്. പക്ഷെ ഒടുവില് തുടിമില്ല് മുതലാളിമാരുടെയും ഗിരിജേന്ദ്ര പ്രസാദ് ജെയിനിന്റെയും പിണിയാളായി രംഗത്ത് വന്ന ആ മൂവ് ടോർപ്പറോ ചെയ്ത് കളഞ്ഞു ഇവൻ. ഈ പൊന്ന അറിയാം ശേഖരേട്ട, അച്ഛൻ പണ്ട് നാട്ടില് രാഷ്ട്രഭൂമിയിൽ ഉണ്ടായിരുന്ന കാലത്തെ എനിമിറ്റി അവിടുന്ന് അപമാനിച്ച് പുറത്ത് ചാടിക്കാൻ ഈ നരേന്ദ്രനും സംഘവും ചേർന്ന് ആസൂത്രണം ചെയ്ത ചതികൾ ഒക്കെ കേട്ടിട്ടുണ്ട്. ഒരുപാട് കഥകൾ. ഓരോന്ന് ഓർമ്മിപ്പിച്ച് വെറുതെ ഡിസ്റ്റർബ് ചെയ്തു തന്നെ. മോളെ, ഇനി നീ തന്നെ പരിചയപ്പെടുത്തി വരെ.
ഞാൻ പേരിനൊരു ചീഫ് എഡിറ്ററിനെ ഉള്ളൂ. ഇവളാ ഇവിടുത്തെ തലൈവി. അല്ല കുട്ടി, ഇങ്ങനെ തമ്മിൽ നോക്കി നിൽക്കാനല്ല, പരിചയപ്പെടുത്താനാ പറഞ്ഞ ശേഖരൻ. ഇത് കോനാതിരി മാഷ്, ജാഗ്രതയുടെ 1 and only റോയൽ ഹെറിറ്റേജ്. കേട്ട് കാണും വള്ളുവ കോനാതിരി എന്നൊക്കെ. അതാ കുലം, നല്ല ഉഗ്ര വിഷമുള്ള ഇനം അല്ലേ മാഷേ? ആ പിന്നെതാ ഇത് നമ്മുടെ അരവിന്ദേട്ടൻ. അത് അശ്വതി. വേണോന്ന് ചോദിക്കുന്നില്ല അതെനിക്ക്. എന്തു പറ്റി? പണ്ട് തന്റെ അച്ഛനെ കൊണ്ട് റാക്ക് കുടിപ്പിച്ചതാ ഞാൻ, കോഴിക്കോട് വെച്ച്. വേണുവേട്ടന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും ഒരൊറ്റ കവിള്. അതോടെ ഛർദിച്ച് കുടല് പുറത്തു വന്നു. അപ്പൊ അതാണ് സംഭവം. ചായ സൽക്കാരത്തിന്റെ നടുവില് മുഖ്യാതിഥിയെ കൊണ്ട് പത്രാധിപരത് എങ്ങോട്ടാ മുങ്ങിയെന്ന് മണം പിടിച്ചു വന്നതാ ഞാൻ എന്ന് പറഞ്ഞ. ഇതിപ്പോ പഴയ ഫ്രണ്ട്, ഫിലോസഫർ, കോമ്രേഡിന്റെ മകനെ ഇങ്ങനെ ഉടലോടെ നേരിട്ട് കൈപ്പറ്റിയതിന്റെ സന്തോഷം. പിന്നെ മറ്റേ നരേന്ദ്രൻ ഇഷ്യൂ ഒക്കെ കൂടി ചേർന്നുള്ള ഒരു ഇമോഷണൽ ഹബ്ബം. ഏത് ശിലാഹൃദയനും 2 എണ്ണം വീശി പോകാവുന്ന സിറ്റുവേഷൻ. അതല്ലേ പ്രശ്നം? പക്ഷെ കേട്ടല്ലോ, 2 നിർത്തിക്കോണം, ഫുൾ സ്റ്റോപ്പ്. അതെ, തമാശയല്ല കേട്ടോ, പേടിച്ചിട്ടാ. ഇടിയും തൊടിയും പ്രയോഗങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഇത്തിരിയൊക്കെ ബാക്കി വെച്ചിട്ടുള്ളൂ പോലീസുകാര്. ദാ ഇതിന്റെ ഉള്ളില് ഇനി ഇതും കൂടി. കേട്ടോ നന്ദൻ, അറിയാമല്ലോ, നാട്ടു നടപ്പനുസരിച്ചുള്ള ഉപചാരങ്ങളും എറ്റിക്കറ്റ്സും ഒക്കെ ശീലിച്ച് വശമാക്കുന്നതിന് മുമ്പേ വല്ലാതെ കട്ടിപിടിച്ചു പോയൊരു മനസ്സാ എനിക്ക്. എങ്കിലും കേൾക്കുമ്പോ ഒരു ഭംഗിവാക്കിന്റെ ചുവട് എനിക്ക് തോന്നിപ്പോയാല് വിട്ടുകളഞ്ഞേക്കണം, മറന്നേക്കണം. അല്ല ദാ ഒരിക്കൽ ഈ ജാഗ്രതയിലെ ചീഫ് എഡിറ്ററുടെ കസേര ഒരുക്കി വെച്ചിട്ട് കാത്തിരുന്നതാ ഞാൻ നിന്റെ അച്ഛന് വേണ്ടിയിട്ട്. പക്ഷെ വേണുവേട്ടനെ ഇവിടെ കൊണ്ടുവന്ന് പീഠമിട്ട് ആദരിച്ചിരുത്താനുള്ള ഭാഗ്യം എനിക്കുണ്ടാവാതെ പോയി. നന്ദൻ, താൻ ഇന്നോളം പരിചയിച്ചിട്ടുള്ള പടുകൂറ്റൻ പത്രങ്ങളുടെ പ്രചാരവും പകിട്ടും ഒന്നും ഒരു കാലത്തും ഉണ്ടാവില്ല എന്റെ ഈ പാവം പത്രത്തിന്. പക്ഷേ കേരളരശ്മി അതുപോലുള്ള വമ്പൻ സെറ്റപ്പുകളും അടുത്തൂന്ന് എപ്പോഴെങ്കിലും തനിക്ക് തോന്നിപ്പോയാല് വേണുവേട്ടന്റെ ചോരയല്ലേടോ അങ്ങനെ തോന്നും, ഉറപ്പാ എനിക്ക്. അങ്ങനെ തോന്നുമ്പോ തനിക്ക് ഇവിടേക്ക് പോരണം. ശേഖരേട്ടാ, ഞാൻ വേണുവേട്ടന് വേണ്ടി ഒരിക്കൽ ഞാൻ മനസ്സുകൊണ്ട് ഒഴിഞ്ഞു വെച്ച കസേര എന്നും നിനക്ക് അവകാശപ്പെട്ടതായിരിക്കും. എപ്പോ വേണമെങ്കിലും നിനക്കത് ഏറ്റെടുക്കാം. ശേഖരൻ മരിച്ചു കഴിഞ്ഞിട്ടായാലും അങ്ങനെ, അല്ലെങ്കിൽ അതിനു മുമ്പ്. എന്താടി, ജാഗ്രതയുടെ ഒരേ ഒരു അനന്തരാവകാശിക്ക് പരാതി വല്ലതും ഉണ്ടോ എന്റെ തീർപ്പില്? എടി ഉണ്ടോന്ന്? ഒരു ലേശം, ഒരു ഇത്തിരി, ഒരു കുഞ്ഞുറുമ്പിന്റെ അത്രേ. അമ്പടി കള്ള കഴു അടി.